നിങ്ങളിപ്പോൾ അതിൽ കൂടുതൽ വേണ്ട. ഇപ്പം ഈ കഴിഞ്ഞ സർക്കാർ മാറി പുതിയ സർക്കാർ വന്നല്ലോ. ഇനി നിങ്ങൾ കഴിഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞ് കരയല്ലേ? പുതിയ സർക്കാർ ചെയ്യുന്നത് എന്ത്, പുതിയ സർക്കാർ ചെയ്യാത്ത എന്തെന്നുള്ള ചർച്ച ചെയ്യും. ഒക്കെ അങ്ങനെയാണെന്നാൽ കഴിഞ്ഞ സർക്കാർ പോരെ. LDFന് ജനങ്ങൾ തീരുമാനിച്ചെന്താ? UDFിൻ്റെ ജനങ്ങൾ അത് കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? അല്ല കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്ത് താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകത എന്താ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുപാട് സാധാരണ മനുഷ്യർ ആശ്രയിക്കുന്ന കോളേജാണ്. അവിടെ ഇതുവരെയും ഏർപ്പെടുത്താത്ത ഒരു ഫീസ് ഏർപ്പെടുത്തിയാൽ അത് ജനങ്ങൾ ബുദ്ധിമുട്ടും. ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ല, സമരസ്ഥലത്ത് വന്നവർ കണ്ടില്ലേ എന്തൊരു പ്രതികരണ ജനങ്ങൾ നടത്തിയത്, എന്തൊരു ആവേശമായിരുന്നു നിർത്തിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നു. അപ്പോൾ ഈ സ്വന്തം ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കേണ്ട ഫണ്ട് വാങ്ങിയെടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രയാസം ജനങ്ങളിൽ തീർക്കാൻ അനുവദിക്കില്ല. അതൊക്കെ UDF ഗവൺമെൻറ്റിൽ നിന്നും പണം വാങ്ങണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനു മുമ്പ് ശ്രമങ്ങളുണ്ടായിട്ട് ഈ 10 കൊല്ലം LDF ഭരിച്ചപ്പോൾ അല്ല, അതിന് മുമ്പ് ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമമൊക്കെ അന്ന് ചേർത്ത് ഒപ്പിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് അനുവദിച്ചിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് സൗജന്യമായി കൊടുക്കേണ്ടതാണല്ലോ. അതിന് ഗവൺമെൻറ് പൈസ കൊടുക്കണം. UDF ഗവൺമെൻറ് അതിന് പൈസ കൊടുക്കാൻ തയ്യാറാകാത്തതിന് നാട്ടുകാരുടെ അടുത്ത് പൈസ ഒരുക്കി അറിഞ്ഞ് അംഗീകരിക്കാൻ പറ്റും? ഇവിടെ ഞാൻ പറഞ്ഞുതരാം, ഇത് സ്ഥിരമായി ഇതിന് സൗജന്യമായി കിട്ടുന്ന അവിടെ മരുന്നുണ്ട്. നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തല്ലേ. ഈ അസുഖങ്ങൾക്കുള്ള മരുന്ന് സൗജന്യമായി നൽകിയിരുന്ന മരുന്ന് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടോ? മരുന്നില്ല. ഗവൺമെൻറ് ചികിത്സ നൽകുന്ന കാര്യത്തിൽ ഫീസ് ഈടാക്കുന്നു. നേരത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനൊക്കെ പൈസ നൽകിയിരുന്നു. ഇപ്പോൾ പൈസ നൽകുന്നില്ല, പണം നൽകുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ MLA ചെയ്യേണ്ടത് സ്വന്തം പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രിയോട് നേരിട്ട് പറയാൻ പ്രയാസമുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അവിടെ നിന്ന് പൈസ വാങ്ങിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല. ഞാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി അല്ലായിരുന്നല്ലോ, ഞാൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയല്ലേ. അല്ല, എന്നാൽ പിന്നെ 140 MLA പോരെ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും ഫണ്ട് നൽകാൻ? 140 ആരോഗ്യവകുപ്പ് മന്ത്രി വേണോ? നിങ്ങൾ എന്തായി പറയുന്നത്? അല്ല, ആരുണ്ടെങ്കിലും എല്ലാ ജില്ലയിലെ ഓരോ മെഡിക്കൽ കോളേജുള്ള ജില്ലയിലെ നിങ്ങൾ ഓരോ മെഡിക്കൽ കോളേജുള്ള ജില്ലയും പോയി നോക്കുക. അവിടുത്തെ MLA ഫണ്ട് കൊടുത്തിട്ടാണോ ആശുപത്രി നിൽക്കൽ? ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോഴും ഒരു പുതിയ ആലോചന വരെ നടത്തിയിട്ടുണ്ട്. എല്ലാ MLA കൂടി പൈസ കൊടുക്കണം. എല്ലാ MLA ഒരു കാലത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പൈസ കൊടുത്തിട്ടില്ല. മെഡിക്കൽ കോളേജിന് പണം കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ആ സ്റ്റേറ്റ് ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് കാണിക്കുന്ന അവഗണന, അതിന് പരിഹാരം കാണാൻ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം നാട്ടിലെ പാവം ജനങ്ങളുടെ പൈസ ഈടാക്കാൻ അവരെ പിഴിയാൻ നോക്കി അത് അനുവദിക്കില്ല. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? അവിടെ എല്ലായിടത്തും പൈസ ഈടാക്കണോ? അല്ല, അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല, എൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുവരെ പൈസ ഈടാക്കാത്തതിന് മുഴുവനും പൈസ ഈടാക്കാനും അവിടെ സൗജന്യമായി ലഭിച്ചിരുന്ന അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന മരുന്ന് കിട്ടാതിരിക്കലും അല്ലല്ലോ നിങ്ങളുടെ ആഗ്രഹമാണോ? അതല്ല എൻ്റെ ആഗ്രഹം. പിന്നെ അതിൽ വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത് മുടങ്ങിയോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതിനൊക്കെ പണം ഈടാക്കിയിരുന്നോ? ഈ 14 ടെസ്റ്റിനുൾപ്പെടെ പണം ഈടാക്കിയിട്ടില്ല. പറയട്ടെ ഇതിനെതിരെ ശബ്ദിക്കുന്നത് ഒരു സംശയം വേണ്ട, സ്വകാര്യ കോർപ്പറേറ്റ് ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. UDF MLA ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വകാര്യ ആശുപത്രികൾ കൊഴുത്ത് തടിച്ച് വളരുമ്പോൾ അവരിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടും മറ്റ് ഫണ്ടും വാങ്ങിയ UDF MLA UDFനും ബാധ്യതയുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയില്ല. ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും. അവിടെ സൗജന്യമായി നൽകിയിരുന്ന മരുന്ന് സൗജന്യമായി നൽകണം, സൗജന്യമായി നൽകിയിരുന്ന ചികിത്സ സൗജന്യമായി നൽകണം. അതിനൊക്കെ ഫീസ് ഈടാക്കാൻ തീരുമാനിച്ച എന്ത് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അതിനെ എതിർക്കും. എല്ലാ നിലയിലും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെയും ആ മെഡിക്കൽ കോളേജിൽ ഫീസ് ഈടാക്കാതെ നടത്തിയ ചികിത്സ അതുപോലെ തുടരണം. ഇതുവരെയും ആ മെഡിക്കൽ കോളേജിൽ നൽകിയിരുന്ന മരുന്ന് നൽകണം. ഇതുവരെ ആ മെഡിക്കൽ കോളേജിൽ ഈടാക്കിയതുപോലെ മാത്രമേ ഈടാക്കാൻ പാടൂ. ഇതൊരു തീരുമാനമാണ്.
ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ആ നേരം കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പൈസ വാങ്ങിയെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. മുമ്പ് 10 കൊല്ലം കിട്ടിയതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഫണ്ട് വാങ്ങിയെടുക്കാൻ ഇടപെടണം. കോഴിക്കോടിന് മന്ത്രിയില്ല, എന്നാൽ മെഡിക്കൽ കോളേജിലേക്കുള്ള ഫണ്ടെങ്കിലും തന്നൂടെ? അത് അവരവിടുന്ന് കൃത്യമായി നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ, എല്ലാവരോടും പറഞ്ഞതല്ലേ. അല്ല, ഇനി പൈസ ഈടാക്കാൻ വന്നാൽ തടയും, ഒരു സംശയമില്ല. അല്ല, ഞാൻ പറയട്ടെ, ആ തീരുമാനം തെറ്റാണ്. ആ തീരുമാനം ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ചോദിച്ചുകൊണ്ടാണല്ലോ നിർത്തിയത്. അതിനുശേഷം ഞങ്ങൾ ആളുകൾ അവിടെയൊക്കെ പോയി നോക്കി, ജനങ്ങളുണ്ടായി. അപ്പം ഞാൻ പറയുന്നത്, പൈസ ഈടാക്കുന്നത് കണ്ടാൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടാം, അത് ശക്തമായ സമരമായിട്ട് വരും. നിങ്ങൾ ഇപ്പം ഞാനീ പറഞ്ഞ കോർപ്പറേറ്റ് കുത്തകളിൽ നിന്ന് പൈസ തെരഞ്ഞെടുപ്പിന് എണ്ണി വാങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിനോട് വിറ്റ് കാശാക്കാൻ നോക്കിയിരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അതിന് ചോദ്യം ചോദിക്കും. നിങ്ങളിപ്പോൾ അതിൽ കൂടുതൽ വേണ്ട. ഇപ്പം ഈ കഴിഞ്ഞ സർക്കാർ മാറി പുതിയ സർക്കാർ വന്നല്ലോ. ഇനി നിങ്ങൾ കഴിഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞ് കരയല്ലേ. പുതിയ സർക്കാർ ചെയ്യുന്നത് എന്ത്, പുതിയ സർക്കാർ ചെയ്യാത്ത എന്തെന്നുള്ള ചർച്ച ചെയ്യും. ഒക്കെ അങ്ങനെയാണെന്നാൽ കഴിഞ്ഞ സർക്കാർ പോരെ. എൽ ഡി എഫിന് ജനങ്ങൾ തീരുമാനിച്ചെന്താ? UDF ജനങ്ങൾ അത് കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയില്ല. കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങാത്തൊരു കാര്യം കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങാത്ത കാര്യം ഇത്തവണ മുടങ്ങുമ്പോൾ അത് സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ ആ MLA തയ്യാറാവുകയാണ്. ഞങ്ങളും കൂടെ നിൽക്കും സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ. ഇവിടെ ഞാൻ കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? 10 കൊല്ലം മുടങ്ങിയോ?